മനുഷ്യനെന്ന പരിപ്രേക്ഷ്യത്തിൽ ലോകമെമ്പാടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഈ വർഷത്തെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വട്ടം ഫെസ്റ്റിവലിൽ 40ഓളം ഫീച്ചർ സിനിമകളും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളുമാണ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫെസ്റ്റിവൽ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത ഫെസ്റ്റിവലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിനു വേണ്ടിയുള്ള ആകാംക്ഷയുമാണ് ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും. 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിലുള്ള നമ്മുടെ കമ്മിറ്റി അംഗങ്ങളും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്യുന്ന ആളുകളെയും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഷൊർണൂർ MLA P. മമ്മിക്കുട്ടിയെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജേഷേട്ടൻ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീലങ്കൻ സംവിധായകനായ പ്രസന്ന വിത്തനകെ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. Renowned Sri Lankan filmmaker and director of the film Paradise, Prasanna Vittanage, he is with us. We welcome you, sir. അടുത്തതായി സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ ആഷിഖ് അബു നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ നമ്മുടെ ഡയലോഗ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചലച്ചിത്ര സംവിധായകനായ ക്രിസ്റ്റോ ടോമി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് ആശംസകൾ അറിയിക്കുന്നത് മുൻ MP ശ്രീ S. അജയകുമാർ. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ S. ജാനകി ചേച്ചിയെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടി ഏകദേശം 3 മാസക്കാലം ഇതിന്റെ മുൻ പരിപാടികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഓരോ ഘട്ടങ്ങളിലും ജാനകി ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ ശോഭന രാജേന്ദ്ര പ്രസാദ്, വളരെ സ്നേഹത്തോടു കൂടി അവരെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. FFSI കേരള റീജിയണൽ സെക്രട്ടറിയായ രജി M. ദാമോദരൻ നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നന്ദി അറിയിച്ച് സംസാരിക്കുന്ന നമ്മുടെ ഫെസ്റ്റിവലിന്റെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായ ജിതിൻ KC, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Activist and director of the film Paradise, Prasanna Vittanage, to address the audience. Welcome, sir. Good evening to everybody, and I would like to, before addressing, I would like to thank all the eminent people who supported this film festival, who supported to make it happen. Because if you see that side, you can see on the titles all the best films that was produced in last year and this year are here. So it's not an easy task to organize a film festival. You need money, infrastructure. So without the support of these eminent people, I don't think it would have been happened. And so I would like to thank them, and I'm happy to participate in this event with my colleague Ashik Abu, a known friend, and Christo Tommy. So I would like to say a few things that I saw today. The most interesting thing that I saw after I came here, I have spent only half a day here, but with the participation of young people, young boys, young girls, and it gives a greater hope for cinema.
and I saw Atul's film, which I liked very much, and so the participation in the theatre, and the young people, they were passionate, and their involvement was so high, in a high octave. It's good to see, because at the moment we all know that Malayalam cinema is riding a high wave. Maybe from inside you may have different views. From outsiders' point of view, you are in a high wave. Filmmakers from North India, from Bollywood praise Malayalam cinema is the best cinema in today's India. Filmmakers like Anurag Kashyap. And in Sri Lanka, all the actors, I must not only big stars, all the actors are well-known names in Sri Lanka, all the Malayalam actors, because Malayalam films have become a craze there. Unfortunately, they have not screened commercially, but they are screening on everyday basis on television. And of course, you know that young people watch them, pirated, downloaded copies. So it's in a high point, maybe because the people, Sri Lankans, believe that they are more closer to the Malayalam, Kerala culture, because of the literacy, because of the subject matters, because of the politics, all together. And why, then from that I would like to move, why film festivals are needed. I have been participating IFFK from 1998. More than 25 years, more than 28 years I have been coming to IFFK. Not only IFFK, smaller festivals, but vibrant. When Madhu organized Manjari, correct Madhu? I was there. Because we believe as filmmakers, rather than watching films on your laptop or on your screen, home screen, or even on your phones, it's important to have a dialogue about the films. That space can be only given by the film festivals. The dialogue and the debate about the filmmakers. And film festivals ignite the passion for cinema. Who knows, today, who came here to watch a film, to maybe a young 18-year-old boy or a girl, maybe one day he will become one of the known actors in Kerala cinema, Malayalam cinema, or a director. Because the festival, it gives power. Always good cinema gives power to the people who don't have power. It takes away power from the people who have power and gives it to the people who need it, who doesn't have the power and space for them. And it makes us free. It makes us think. So thank you all for inviting me. It's my pleasure to be here, and all the best for the next year's film festival. And we'll be here to support any condition for the film festival, Ottappalam Film Festival, Dala Film Festival, and other regional film festival. Thank you all. അടുത്തതായി മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനും നിർമ്മാതാവുമായ ആഷിഖ് കപൂറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഫിലിം മേക്കേഴ്സ്, പ്രസന്ന സർ, ക്രിസ്റ്റോ, ഈ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ 10 വർഷങ്ങളായി ഒറ്റപ്പാലത്ത് വളരെ വിജയകരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും, വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാന്യായ മന്ത്രി എം പി രാജേഷ്,
പ്രിയ സുഹൃത്തുക്കളെ, സിനിമാ സ്നേഹികളെ, പ്രസന്ന സാർ ഇവിടെ പറഞ്ഞ ഒരു ലൈനാണ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നതുകൊണ്ട് അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ് ഫിലിം ഫെസ്റ്റിവലുകൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും ക്ലാരിറ്റി ഉള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ പ്രസന്ന സാർ അവിടെ പറഞ്ഞത്. ഫെസ്റ്റിവൽ ഇഗ്നേറ്റ്സ് പാഷൻ. എൻ്റെ ജീവിതാനുഭവത്തിൽ 1998 IFFK അന്ന് നമ്മുടെ സ്വന്തം സംസ്ഥാനത്തിൻ്റെ ചലച്ചിത്രോത്സവം ഒരു ഇന്ന് നടക്കുന്ന പോലെ തിരുവനന്തപുരത്ത് മാത്രമായിരുന്നില്ല, അത് കോഴിക്കോടും എറണാകുളവും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുമായിരുന്നു. അന്ന് കണ്ട സിനിമകൾ തന്നെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിന്നുകൊണ്ടിരുന്ന എന്നിലെ ഒരു പാഷൻ ഇഗ്നേറ്റ് ചെയ്തതെന്ന് ഞാൻ പ്രസന്ന സാർ ഇവിടെ ഇത് പറഞ്ഞപ്പോൾ ആലോചിച്ചെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ സാറ് ഇവിടെ സൂചിപ്പിച്ച യുവതികളുടെ പാർട്ടിസിപ്പേഷൻ, അത് ഓരോ സിനിമകൾ കാണുന്നതിലാണെങ്കിലും അതിനുശേഷം അതിനെ വിശകലനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ മലയാളം സിനിമയെ പറ്റിയും അദ്ദേഹം ഇവിടെ സംസാരിച്ചു. മലയാള സിനിമ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു ചെറിയ സ്റ്റേറ്റാണ് നമ്മുടെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമകൾ ഇത്രയേറെ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്, വലിയ രീതിയിലുള്ള വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്? അത് കേവലം കുറച്ച് ആളുകളുടെ മാത്രം ഒരു പ്രവൃത്തിയുടെ ഭാഗമായി സംഭവിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമാ വിദ്യാഭ്യാസം ഏറെയുള്ള ഒരു ജനതയാണ് മലയാളികൾ. ഇത്തരം ഫിലിം ഫെസ്റ്റിവലുകൾ, ഫിലിം സൊസൈറ്റികളുടെയൊക്കെ വലിയ ചരിത്രമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അങ്ങനെ ഫിലിം എഡ്യൂക്കേഷൻ, സിനിമ എഡ്യൂക്കേഷൻ ഇന്നത്തെ തലമുറയും ഏറെ ഗൗരവത്തിൽ കാണുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ ചർച്ച ചെയ്യപ്പെടും, വിമർശിക്കപ്പെടും. ഇവിടുത്തെ സിനിമാ സംവിധായകരെ, എഴുത്തുകാരെ എല്ലാവരെ കൊണ്ടും നല്ല സിനിമകൾ ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സമൂഹമാണ് മലയാളം അല്ലെങ്കിൽ കേരളം. അതുകൊണ്ടാണ് നമ്മുടെ സിനിമകൾക്ക് ഇത്രയധികം പോപ്പുലാരിറ്റി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കിട്ടുന്നത്. ഇതിനു മുമ്പും ഈ അടുത്ത കാലത്ത് മാത്രമല്ല, നമ്മളുടെ സിനിമകൾ എല്ലാ കാലത്തും നമ്മുടെ ബഡ്ജറ്റോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പണമോ ആയിരുന്നില്ല അതിൻ്റെ പ്രധാന ഘടകം. കണ്ടൻ്റായിരുന്നു, കഥയായിരുന്നു. അതാണ് ഇപ്പോഴും നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇതുപോലുള്ള ഈ ഫെസ്റ്റിവലുകളിലൂടെ ഈ സിനിമാ സംബന്ധിയായ കാര്യങ്ങളിൽ എന്താ പറയുക, ഒരു വലിയ വിദ്യാഭ്യാസം, ഒരു വിഷ്വൽ എഡ്യൂക്കേഷൻ ഇത്തരം ഫെസ്റ്റിവലുകൾ, ഫിലിം സൊസൈറ്റികളൊക്കെ മലയാളികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് സത്യത്തിൽ ഇന്ന് മലയാള സിനിമ ഇങ്ങനെ തിളങ്ങുന്നത് എന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും കഴിഞ്ഞ 10 വർഷങ്ങളായി വിജയകരമായി നടക്കുന്ന ഈ ഫെസ്റ്റിവൽ ഇനിയും കൂടുതൽ വിശാലമായി, വിപുലമായി വരും വർഷങ്ങളിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ നല്ല സിനിമകൾ ഈ നാട്ടിലേക്ക് എത്തട്ടെ. എല്ലാവരും ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്ന, അതിനുശേഷം അതിനെപ്പറ്റി സംസാരിക്കുന്ന ഈ ഫെസ്റ്റിവലിൽ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you for your insightful words, sir. ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ മലയാള മനസ്സ് കീഴടക്കിയ പ്രിയ സംവിധായകൻ ശ്രീ ക്രിസ്റ്റോ ടോമിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടേക്ക് എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ശ്രീ MP രാജേഷൻ, വേദിയിലിരിക്കുന്ന ഞാൻ വളരെയധികം ഇൻസ്പിറേഷനോട് നോക്കിക്കാണുന്ന പ്രസന്ന സാർ, ആഷിക്കേട്ടൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ഈ സായാഹ്നം പങ്കിടാൻ സാധിച്ചതിൽ. ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവലിൽ നിങ്ങളുടെ എല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ സിനിമ യാത്ര തുടങ്ങുന്നത് തന്നെ
ഫിലിം സൊസൈറ്റികൾ സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലും ഫിലിം സ്ക്രീനുകളിൽ നിന്നാണ്. ടി വിയിൽ മാത്രം സിനിമകൾ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ വരുന്ന സിനിമകൾ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടത്ത് ഞാൻ ഓർക്കുന്നു, എറണാകുളത്ത് പബ്ലിക് ലൈബ്രറിയിൽ ഗ്ലൂമി സൺഡേ എന്ന് പറയുന്നൊരു ഹംഗറിയൻ ചിത്രം അന്ന് എറണാകുളത്തെ ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ആ സിനിമ കണ്ടപ്പോഴാണ് ലോകത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യാം എന്നൊരു ചിന്ത ഉള്ളിലേക്ക് വരുന്നത്. അവിടുന്ന് എറണാകുളം ചലച്ചിത്ര സൊസൈറ്റിയുടെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയ സമയത്ത് അവിടെ എനിക്ക് ഏറ്റവും ഭാഗ്യം ചെയ്തൊരു കാര്യം തിരുവനന്തപുരത്ത് ഡിഗ്രി പഠിക്കാൻ പോയതാണ്. കാരണം അവിടെ IFFK മാത്രമല്ല, ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ സ്ഥിരമായിട്ട് നടക്കുമായിരുന്നു. ഗോർക്കി ഭവനിൽ തർക്കോസ്കി, അങ്ങനെ ഒരുപാട് ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകൾ സ്ഥിരമായിട്ട് കാണിക്കുമായിരുന്നു. സൂര്യ ഫെസ്റ്റിവൽ സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് നടക്കുമായിരുന്നു. അപ്പം ലോക സിനിമയുടെ ഒരു ലോകം തന്നെ നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് ഇങ്ങനത്തെയുള്ള ഫിലിം സൊസൈറ്റികളും ഒക്കെ സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലും സ്ക്രീനിങ്ങിലൂടെയൊക്കെയാണ്. ഇന്ന് ഞാനിപ്പോൾ ബോംബെയിലും ഒക്കെ പോയി പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പം അവരൊക്കെ മലയാള സിനിമയെ പറ്റി ഒരുപാട് അത്ഭുതത്തോടെ നോക്കിക്കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു വലിയ കാരണം നമ്മുടെ ആൾക്കാരുടെ ഒരു ഫിലിം ലിറ്ററസി ആണെന്നാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇതുപോലുള്ള ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ്സും അവർ നടത്തിയ സ്ക്രീനിങ്സും ഫെസ്റ്റിവലൊക്കെയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ഒരു സമൂഹത്തിന് ഒരു ഫിലിം ലിറ്ററസി കൈവരിക്കാൻ പറ്റില്ല. ഉള്ളൊഴുക്ക് റിലീസ് ചെയ്യുന്ന സമയത്തും എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബോംബെയിൽ നിന്നാണ്. അവർക്ക് വളരെയധികം സംശയം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ആളുകൾ വരുമോ എന്നുള്ളത്. കാരണം അവിടെയുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഉള്ളൊഴുക്ക് നാട്ടിൽ സ്വീകരിക്കപ്പെട്ടത് കണ്ടപ്പം അവർ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു, ഇതിനെപ്പറ്റി ചർച്ചകളും ഒക്കെ വന്നപ്പോഴത്തേക്കും. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം തന്നെ നമ്മുടെ ഫിലിം സൊസൈറ്റികൾ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പം ഇന്ന് ഇവിടെ ഈ ഫിലിം സൊസൈറ്റി നടത്തിയ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ ഒരു യാത്രയുടെ ഒരു ഫുൾ സർക്കിളായിട്ട് തന്നെ ഞാനതിനെ കാണുന്നു. ഉള്ളൊഴുക്ക് എടുക്കാൻ പോയപ്പം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന്, അതൊരു ഫീമെയിൽ പ്രോജക്റ്റാണ്. അത് വളരെ ഒരു സീരിയസ് സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ഒരു വെള്ളപ്പൊക്കമാണ് പ്രമേയം. അപ്പം അത് മൗണ്ട് ചെയ്യാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഒക്കെ. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ എടുക്കാൻ പറ്റിയതും അത് നാട്ടിൽ സ്വീകരിക്കപ്പെട്ടതും ഒക്കെ നമുക്കിങ്ങനൊരു ഫിലിം ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സമൂഹമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇനിയും ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസും ഇതുപോലെ നടക്കട്ടെ. നമ്മുടെ സിറ്റീസിൽ മാത്രമല്ല, നാട്ടുപുറങ്ങളിലും ടൗണുകളിലും ഒക്കെ ഇതുപോലുള്ള ഫിലിം ഫെസ്റ്റിവൽ നടക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നന്ദി സർ.